കേരളത്തിലെ കലാലയങ്ങളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ആഹ്വാനം തള്ളി കേരളത്തിലെ ഭൂരിപക്ഷ കലാലയങ്ങളും ക്യാമ്പസുകളിൽ വിഭജന ദിനാചരണം നടത്താൻ അനുവദിക്കില്ലെന്ന് SFI വ്യക്തമാക്കി. അതേസമയം വിഭജനകാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഓർമ്മനാൾ കൂടിയാണ് വിഭജന ഭീതി ദിനമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും തള്ളി. സംസ്ഥാനത്തെ കോളേജുകളിൽ ദിനാചരണം നടത്തേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ധനുവച്ചപുരം VTM NSS കോളേജിൽ ക്യാമ്പസിനകത്ത് പരിപാടി നടത്താൻ ABVP അനുമതി തേടിയെങ്കിലും കോളേജ് അധികാരികൾ നൽകിയില്ല. തുടർന്ന് കോളേജിന് പുറത്ത് സെമിനാർ സംഘടിപ്പിച്ച് വിഭജന ഭീതി ദിനാചരണ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണർ നിർദ്ദേശം കൊച്ചിയിലെ ക്യാമ്പസുകൾ പൂർണ്ണമായി തള്ളി. കൊച്ചിയിലെ സർവകലാശാല ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും ദിനാചരണം നടന്നില്ല. മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ കോളേജുകളിൽ ക്ലാസുകളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും പതിവ് പോലെ നടന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാനും RSSന്റെ മുഖം രക്ഷിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ അനുവദിച്ചു കൊടുക്കില്ലെന്ന് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഗവർണറുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ ഒരു മനുഷ്യരെ പിന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ RSSന്റെ മുഖം വളരെ സേഫായി രക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും കേരളത്തിലെ എൻ്റെ ധാരണയിൽ ഈ എറണാകുളത്ത് തൊട്ടടുത്തുള്ള ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളോ ദിനാചരണമോ മറ്റോ ഒന്നും നടക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആചരണം പൂർണ്ണമായി ഏതാണ്ട് 90% പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ സമ്പൂർണ്ണ പരാജയം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അതിനെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും. കേരളത്തിൽ ഇത് നടപ്പാവില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ ഗവർണറെ മുൻനിർത്തി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള RSS ശ്രമമാണ് പൊളിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുകയാണ്. ഷീജ, കേരളത്തിൻ്റെ ഗവർണറാണ് സർവകലാശാല VC-മാർക്ക് വിഭജന ഭീതി ദിനം എന്നൊരു ദിനം ആചരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത്. അത് എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉത്തരവാദിത്വം സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ കൃത്യമായി നടത്തുന്നുണ്ട്. ഈ ദിനം ആചരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യർ തമ്മിൽ ആ ഒരു ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകൾ ഈ വിഭജനത്തിൻ്റെ രീതിയെ അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതാണ്ട് 99% ക്യാമ്പസുകളിലും ഇവർക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഷമ്മി, അതായത് ഗവർണറുടെ ആഹ്വാനം അത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും അത് തള്ളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ളൊരു പ്രതികരണം തന്നെയാണ് നമുക്കിന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചുരുക്കം ഒരു ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1% മാത്രമാണ്, ചില ക്യാമ്പസുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടായത്. തിരുവനന്തപുരത്തെ കാര്യം പരിശോധിക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ മറ്റൊരു ക്യാമ്പസിലും അത്തരത്തിൽ ഒരു പരിപാടിയും നടന്നില്ല. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജിൽ മാത്രം, അതും കോളേജിനകത്ത് അതിന് കോളേജ് അധികാരികൾ അനുമതി നൽകാത്തതിനെ തുടർന്ന് കോളേജിന് പുറത്ത് ABVP ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് സെമിനാർ നടത്തി ആ പരിപാടി അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ക്യാമ്പസിനകത്ത് വെച്ച് നടക്കുന്ന ക്യാമ്പസിനകത്തല്ല പരിപാടി നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ SFI പ്രഖ്യാപിച്ചിരുന്നു, ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് തടയും എന്നുള്ള കാര്യം SFI പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ അത്തരത്തിലുള്ളൊരു ഈ ഗവർണറുടെ ആഹ്വാനം അത് VC എല്ലാ ക്യാമ്പസുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ക്യാമ്പസുകളും അത് പാടെ തള്ളുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്.
അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കേരള വി സിയുടെ നിർദ്ദേശം അത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും നടത്തണം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും ഇതിനെതിരെയുള്ള ഈ ഒരു തീരുമാനം നടപ്പാക്കരുത് എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ പരിപാടി ക്യാമ്പസുകളിൽ നടത്തരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ക്യാമ്പസിലും ഇത്തരത്തിൽ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം മന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പസുകൾക്ക് കോളേജ് സർവകലാശാല ഡീൻമാർക്ക് നൽകുന്ന ഒരു സാഹചര്യവും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ഏതായാലും ഭൂരിപക്ഷം ക്യാമ്പസുകളും ഈ ഒരു നിർദ്ദേശത്തെ തള്ളുന്നത് തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ രീതിയിൽ 2024 ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകൾ പാടെ ഇതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണ പക്ഷേ അതിനെ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നതിന് പുറമെ അവിടെ നടത്തണം എന്ന രീതിയിൽ നിഷ്കർഷിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. അതിപ്പോൾ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റുകളാകട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായ SFI ആകട്ടെ കർശനമായ നിലപാടുമായി അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് കേരള സർവകലാശാലയൊക്കെ നിലപാട് മയപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം തന്നെ ഗവർണറും ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുന്നതിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നു എന്നുള്ള കാര്യം സംസ്ഥാനത്ത് ആ രീതിയിലുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇത് നിർബന്ധമല്ല എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനമൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഏതായാലും സംസ്ഥാനത്തെ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളടക്കം അതിനെതിരെയുള്ളൊരു സന്ദേശം തന്നെയാണ് ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും ഷീജ, കേരളത്തിൻ്റെ കലാലയ ക്യാമ്പസുകളിൽ വിഭജനം നടത്താനുള്ള സംഘപരിവാറിൻ്റെ നീക്കം അനുവദിക്കില്ലെന്ന് SFI വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിരലിലെണ്ണാവുന്ന ക്യാമ്പസുകളിൽ മാത്രമാണ് അവർക്ക് ഈ ഒരു പരിപാടി പേരിനെങ്കിലും നടത്താൻ കഴിഞ്ഞത്. നന്ദി ഷീജ.